യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തു നടക്കുന്നു. SFIക്ക് പ്രശംസ. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെതിരെ യുവ നേതൃത്വം. കുര്യനെ വേദിയിൽ വെച്ച് തന്നെ മറുപടി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ. സീനിയർ നേതാക്കളെ തെറ്റിദ്ധരിക്കേണ്ടെന്ന ഉപദേശവുമായി സണ്ണി ജോസഫ്. സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ നിയന്ത്രിക്കാൻ കഴിയാതെ KPCC നേതൃത്വം. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം രംഗത്ത്. യൂത്ത് കോൺഗ്രസിനെ കുര്യൻ പരസ്യമായി വിമർശിച്ചത് സംഘടനയുടെ ശാക്തീകരണത്തിന് വേണ്ടിയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. പാർട്ടി കൂടുതൽ ശക്തമാകണമെന്ന് സീനിയർ കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറഞ്ഞ സണ്ണി ജോസഫ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ നല്ല വാക്കുകൾ പറയുകയും ചെയ്തു. യുവ നേതൃത്വം പോലീസിന്റെ അക്രമങ്ങൾ നേരിട്ടാണ് മുന്നോട്ടു പോകുന്നതെന്നും ഈ പ്രതിസന്ധികളിലും സമരപരിപാടികൾ ശക്തമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതേസമയം യൂത്ത് കോൺഗ്രസിനെതിരെ നടത്തിയ പരസ്യ വിമർശനത്തിൽ PJ കുര്യൻ ഉറച്ചു നിൽക്കുകയാണ്. സദുദ്ദേശപരമായ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചതെന്നും പത്തനംതിട്ട ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളില്ലെന്നും PJ കുര്യൻ വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അത് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ CPIM ഗുണ്ടായിസം നേരിടണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തിലും നമുക്കും ചെറുപ്പക്കാർ വേണം. സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണമെന്നും PJ കുര്യൻ വ്യക്തമാക്കി. അഭിപ്രായം പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതാണെന്നും അതിൽ ദോഷം എവിടെയാണെന്നും അദ്ദേഹം ചോദിച്ചു. കൂട്ടത്തിൽ SFIയെ പരാമർശിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അതിൽ ദുരുദ്ദേശപരമായി ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സമരസംഗമം പരിപാടിയിൽ യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും SFIയെ പ്രശംസിച്ചും PJ കുര്യൻ സംസാരിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഒരു മണ്ഡലത്തിൽ 25 പേരെങ്കിലും കൂടെ കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിയണ്ടേ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനോടുള്ള കുര്യന്റെ ചോദ്യം. ക്ഷുഭിത യൗവനത്തെ SFI കൂടെ നിർത്തുന്നുവെന്ന് സർവകലാശാല സമരം ചൂണ്ടിക്കാണിച്ച് PJ കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വേദിയിലിരുത്തി ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിൽ വെച്ച് തന്നെ ഇതിന് മറുപടി നൽകിയിരുന്നു. എന്നാൽ PJ കുര്യൻ സദുദ്ദേശപരമെന്ന് പറയുകയും KPCC പ്രസിഡന്റ് ആ വിമർശനത്തെ സംഘടനയുടെ ശാക്തീകരണം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ന്യായീകരിക്കുകയും ചെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ മീറ്റിംഗിലാണ് PJ കുര്യൻ വിമർശനം നടത്തിയതെങ്കിൽ സമ്മതിക്കാമായിരുന്നുവെന്നും എന്നാൽ ചാനലുകളുടെ മുന്നിൽ വെച്ച് വിമർശിച്ചതിനെ സദുദ്ദേശപരമായി കാണാൻ കഴിയില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദ സന്ദേശത്തിലാണ് PJ കുര്യനെതിരെയുള്ള പരാമർശം. അതേസമയം PJ കുര്യനെ തള്ളി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസിന്റേത് സ്തുത്യർഹമായ പ്രവർത്തനമാണെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. സർവകലാശാലയെ കലാപഭൂമിയാക്കുന്ന SFI ഒരു വിദ്യാർത്ഥി സംഘടന അല്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. KPCC അധ്യക്ഷനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളെയും വേദിയിലിരുത്തിയുള്ള PJ കുര്യന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസിൽ നിന്നടക്കം വിമർശനം ഉയരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് PJ കുര്യൻ അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി. യാഥാർത്ഥ്യബോധമില്ലാത്ത പരാമർശമെന്നായിരുന്നു KC ജോസഫിന്റെ വാക്കുകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽകിഫിലും പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ നൈനാനും അടക്കമുള്ളവർ രംഗത്ത് വന്നു. പെരുന്തച്ചൻ കോംപ്ലക്സുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കരുതെന്നായിരുന്നു ദുൽകിഫിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. PJ കുര്യൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കേണ്ട പ്രായത്തിൽ പോലീസിന്റെ ഒരു പിടിച്ചുമാറ്റലിൽ പോലും ഉൾപ്പെട്ടിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ജിതിൻ നൈനാനും വിമർശിച്ചു. യൂത്ത് പ്രവർത്തകർ വിയർപ്പൊഴുക്കുമ്പോൾ തോളിൽ തട്ടി അഭിനന്ദിക്കണമെന്ന് പറയുന്നില്ല, ചവിട്ടി താഴ്ത്തരുത് എന്നായിരുന്നു കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദിന്റെ പോസ്റ്റ്. യൂത്ത് കോൺഗ്രസിനെതിരായ പരസ്യ വിമർശനത്തിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനെ ഫേസ്ബുക്കിലൂടെ തുറന്ന കത്തെഴുതി KSU രംഗത്തെത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെ വസതിയിലേക്കുള്ള മാർച്ചിലേക്കാണ് PJ കുര്യനെ ക്ഷണക്കത്ത് നൽകിയത്. ഇന്നോവ കാറിൽ ഗ്ലാസ് ഇട്ട് പോകുമ്പോൾ സമരം കാണാൻ കഴിയില്ല. AC മുറിയിലിരുന്ന് വാർത്ത കാണുമ്പോൾ കണ്ണട തുടച്ചു വെച്ച് കാണണം എന്ന് കത്തിൽ പറയുന്നു. KSU സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ രാജേന്ദ്രനാണ് PJ കുര്യനെ തുറന്ന കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സാറിന് ഞങ്ങളുമായൊന്നും ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ അറിഞ്ഞെന്ന് വരില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അരുൺ രാജേന്ദ്രൻ കുറിച്ചു.